ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ഗുളികൻ ഗെയിമിലേക്ക് സ്വാഗതം. വേറൊന്നുമല്ല, ഈ ചാനലുകൊണ്ട് ചെറിയ ചെറിയ ഗെയിമുകൾ പരിചയപ്പെടുത്താനും അത് ഗെയിം കളിച്ച് എങ്ങനെയുണ്ടെന്ന് നോക്കാനും വേണ്ടിയിട്ടുള്ള ആ ഗെയിം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്ത് കളിക്കാനും വേണ്ടിയിട്ട് നമ്മളൊരു ചെറിയ പരിപാടിയാണ് ഈ ചാനലിലൂടെ ഉദ്ദേശിക്കുന്നത്. ഈ പറയുന്ന പോലെ വലിയ ഗെയിമുകൾ കളിക്കാനുള്ള സെറ്റപ്പൊന്നും ഇപ്പോൾ ആയിട്ടില്ല. അതുകൊണ്ട് തന്നെ മൊബൈലിലുള്ള മാക്സിമം ഗെയിമുകൾ കളിക്കുക, അതെങ്ങനെയുണ്ടെന്ന് നോക്കുക, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യുക. ഓഫ്ലൈനും ഓൺലൈനും ആയിട്ടുള്ള ഗെയിമുകളായിരിക്കും നമ്മളിപ്പോൾ കളിക്കുന്നത്. അപ്പോൾ എന്തായാലും കൂടുതൽ വലിച്ചു കിട്ടുന്നില്ല, നമുക്ക് ഗെയിമിലോട്ട് കടക്കാം. ആദ്യത്തെ ഗെയിമായ പ്ലാന്റ്സ് vs സോംബീസ് എന്ന് പറയുന്ന ഒരു ചെറിയ ഗെയിമാണ്. ഓഫ്ലൈനായിട്ടും ഓൺലൈനായിട്ടൊക്കെ കളിക്കാൻ പറ്റും. ഇത് ഞാൻ എന്തായാലും ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നെറ്റ് ഓഫ് ചെയ്തിട്ടേ കളിക്കുള്ളൂ, അല്ലെങ്കിൽ ഇടയ്ക്ക് കയറി പരസ്യങ്ങൾ കയറി വരുന്നാൽ പിന്നെ ഡിസ്റ്റർബൻസ് ആവും. അപ്പോൾ എന്തായാലും ഇതാണ് അതിൻ്റെ ഒരു ലാസ്റ്റ് സ്റ്റേജൊക്കെ വരുമ്പോൾ ഉള്ളൊരു അവസ്ഥ. എന്തായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ആദ്യത്തെയൊക്കെ സിമ്പിൾ സ്റ്റേജസ് ആയിരിക്കും. അപ്പോൾ ഈ വീടാണ് നമ്മുടെ വീട്, അതായത് ഗുളികൻ്റെ വീട് ഇതാണ്. അപ്പോൾ ഈ വീടിനെ ഈ സോംബീസ് കയറാതെ രക്ഷിക്കുക എന്നുള്ളതാണ് ഈ ഗെയിമിൻ്റെ ഒരു കളി. അപ്പോൾ അതെങ്ങനെയൊക്കെയാണ് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ പറ്റും. ലാസ്റ്റ് സ്റ്റേജൊക്കെ എത്തുമ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആവും. ഞാൻ കുറേ പണ്ട് ഒരുപാട് കളിച്ചിട്ടുള്ളതാണ്, അതുകൊണ്ട് എനിക്ക് ഈ ഗെയിമിനെ പറ്റി ഒരു ധാരണയുണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് കളിക്കാം. ഓക്കെ, ഫസ്റ്റ് സ്റ്റേജ്. ശരിക്കും ഈ വരുന്ന ഈ സൂര്യനുണ്ടല്ലോ, അതാണ് നമ്മുടെ ഈ പറയുന്ന പോയിൻ്റ്. ഈ പോയിൻ്റുകൾ കൂട്ടിക്കൊണ്ടിരിക്കുക. ഈ ഓരോ ചെടിക്കും ഇത് ഓരോ സ്റ്റേജ് കഴിയുമ്പോൾ ഓരോ പ്ലാന്റ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. ആ പ്ലാന്റുകളിലെ ഓരോ വിലയും ഉണ്ടാവും. ഈ സൂര്യനെ കൊടുത്ത് ആ പ്ലാന്റിനെ വാങ്ങിക്കുക, നമ്മൾ നടുക, ഈ പറയുന്ന ഹൗസിനെ നമ്മൾ രക്ഷിക്കുക. അതുമാത്രമാണ് ഗെയിം. ഈ പറയുന്ന ഓരോ സ്റ്റേജ് കഴിയുമ്പോൾ ഇപ്പോൾ ഒരു വരി മാത്രമാണ് ഈ പുൽത്തകിടി വിരിച്ചിട്ടുള്ളത്. ഓരോ സ്റ്റേജ് കഴിയുമ്പോൾ ഇത് നിറച്ച് വരും. പിന്നെ അങ്ങോട്ട് കളി ഇൻട്രസ്റ്റിംഗ് ആയിക്കൊണ്ടിരിക്കും. ആദ്യത്തെ സ്റ്റേജ് ശരിക്കും നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ടും കൂടെയാണ് അവരിങ്ങനെയൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പം എന്തായാലും ആദ്യത്തെ സ്റ്റേജിലോട്ട് കടന്നു. നമുക്കാകെ വേറെ ചെടിയൊന്നുമില്ല, ഇത് മാത്രമേ ഉള്ളൂ. എടുത്ത് വാങ്ങിക്കുക, സൂര്യനെ കിട്ടുന്നതൊക്കെ കളക്ട് ചെയ്യുക, അതിനെടുത്ത് വെക്കുക എന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും ഫൈനൽ വേവ് എല്ലാവരും കൂടെ ഒരുമിച്ച് വരും. ഇപ്പം ഈ ഒരു പുൽത്തകിടി ഉള്ളതുകൊണ്ട് ഇതിൽ കൂടെ വരുള്ളൂ, അല്ലെങ്കിൽ എല്ലാ സൈഡിൽ കൂടെ ആൾ വന്നേനെ. അല്ല, അടുത്തൊരു പ്ലാന്റ് നമുക്ക് കിട്ടിയിരിക്കുകയാണ്. ഇത് സൺഫ്ലവർ. ഇത് സൂര്യകാന്തി. നമ്മൾ സൂര്യനെ ഈ വരുന്നതല്ലാതെ കൂടുതൽ ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്ന ഒരു ചെടിയാണ്. അപ്പോൾ ഇത് നമുക്ക് എപ്പോഴും ഗുണമാണ് ചെയ്യുന്നത്. എന്തായാലും അടുത്ത ലെവൽ 2 നമുക്ക് പോവാം. ഇത്രയും സോംബീസ് ഉണ്ട്, ഇതൊക്കെ അങ്ങോട്ട് വരാനുള്ള. അപ്പോൾ നമ്മൾ അതിനനുസരിച്ചിട്ട് 2 വരിയായി. ഇപ്പോൾ 2 വരിയും കൂടെ എക്സ്ട്രാ കയറി. ഇങ്ങനെ ഓരോ സ്റ്റേജ് കഴിയുമ്പോൾ ഈ പുൽത്തകിടി കൂടുതൽ വരും. ഈ പുൽത്തകിടി കൂടെ അവർ വരുള്ളൂ എന്നത് ഒന്നാമത്തെ കാര്യം. ഈ പറയുന്ന സൂര്യനെയൊക്കെ നമ്മൾ കളക്ട് ചെയ്യുക. ഈ ചെടി ആദ്യം വെച്ചതെന്ന് പറഞ്ഞാൽ സൂര്യനെ കുറച്ച് കളക്ട് ചെയ്യുക. ഇവർ വരുമ്പോൾ ഒരു നേരം, ആ സമയത്ത് നമ്മൾ എന്തൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് റെഡിയാക്കി വെക്കാൻ പറ്റുമോ അതൊക്കെ കളക്ട് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക എന്നുള്ളത് മാത്രമാണ് ഇപ്പം നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ നോക്കേണ്ടത്. പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ അതായത് ഇൻട്രസ്റ്റാണ്. പെട്ടെന്ന് തീരും കളി. അതുകൊണ്ട് നമ്മൾ ഈ പറയുന്ന പബ്ജി ഒക്കെ കളിക്കുമ്പോൾ ഒരു കളി കളിക്കണമെങ്കിൽ തന്നെ 3/4 മണിക്കൂറൊക്കെ എടുക്കും. അതിൻ്റെ ആവശ്യമൊന്നും വരില്ല. നമുക്ക് പെട്ടെന്ന് കളി തീരണതുകൊണ്ട് നമുക്കും എളുപ്പമാണ്. ഈ ചെറിയ നേരം കൊല്ലി ഈ സമയം കളയാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ബസ്സിൽ പോകുമ്പോഴോ അങ്ങനെ എവിടെയെങ്കിലുമൊക്കെ ഇരുന്ന് കളിക്കാൻ പറ്റിയ ഒരു പെട്ടെന്ന് കളിച്ച് ജയിക്കാൻ പറ്റിയ ഒരു ചെറിയ കളി എന്ന് വേണമെങ്കിൽ പറയാം. എന്തായാലും ഒരു നല്ല ഗെയിം തന്നെയാണ്. പണ്ട് കളിച്ചിട്ടുള്ളവർക്കൊക്കെ ഇതറിയാം. എന്തായാലും ഒന്ന് സ്പീഡിൽ പോവാം, നമുക്ക് സമയം കളയേണ്ടത്. സംഭവം ഒരു ഔട്ടർ മനസ്സിലായിരുന്നു. നിങ്ങൾക്ക് ഈ കളി കാണാനും കൂടെ വേണ്ടിയിട്ടാണ്. എന്തൊക്കെയുണ്ട്, ഇത് വേണോ വേണ്ടതെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ പറയുന്ന പോലെ എടുത്തന്നേ ഉള്ളൂ. എന്തായാലും ഈ കണ്ടുകൊണ്ടിരിക്കുന്നവർ ജസ്റ്റ് വേണമെങ്കിൽ നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്ത് അടുത്തടുത്ത് വരുന്ന വീഡിയോസ് നിങ്ങൾക്ക് ആദ്യം കാണാം. അടുത്തടുത്ത് നല്ല ഗെയിമുകളാണ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾക്ക് കളിക്കാൻ എടുക്കാൻ ഇൻസ്റ്റാൾ ചെയ്യാം ഒക്കെ. ഫൈനൽ വേവിൽ ഈ പറയുന്ന പോലെ എല്ലാവരും കൂടെ ഒരുമിച്ച് കയറി വരും, അതേ ഉള്ളൂ. അടുത്ത നമ്മളതിനനുസരിച്ച് ഇതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് വേറെ പേടിക്കാനൊന്നുമില്ല. ഇതിൻ്റെ അകത്തോട്ട് കയറില്ല. എങ്ങാനും കയറിയാൽ ആ 3 ഈ പറയുന്ന പുല്ലുകെട്ടിയുണ്ടല്ലോ, അത് വെച്ച് ഒരു പ്രാവശ്യം അത് കൊല്ലും. തക്കാളി കിട്ടിയിട്ടുണ്ട്. തക്കാളിയുടെ ഉപയോഗം എന്തായാലും വരുന്ന സ്റ്റേജിൽ നിന്നൊക്കെ നോക്കാം.
ഇപ്പോൾ നമ്മളിനി 3 സ്കിപ്പ് ചെയ്ത് 4 പോവുക. 3 നമുക്കൊരു തണ്ണിമത്തന കിട്ടിയത്. അപ്പോൾ എന്തായാലും കുറച്ചും കൂടെ ഫാസ്റ്റ് പോകാൻ നിങ്ങൾക്ക് കളി ഏകദേശം മനസ്സിലായല്ലോ. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഒന്ന് എന്തൊക്കെയാണ് പരിപാടീസ് എന്ന് പറഞ്ഞുതരാം. പിന്നെ ഇവന്മാരകത്ത് കയറിയാൽ എങ്ങനെയാണ് പരിപാടി എന്നുള്ളത്, സംഭവം എന്താണ്, അകത്ത് കയറുമ്പോൾ എന്താണെന്നുള്ളത് നമുക്ക് ഈ സ്റ്റേജിൽ ഒന്ന് കണ്ടു നോക്കാം. എങ്ങനെയാണ് നമ്മൾ ഈ ഔട്ടാവുന്ന അല്ലെ ഫെയിലാവുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ സൂര്യകാന്തി സൺഫ്ലവർ മാത്രം വെക്കുകയാണ് എല്ലായിടും. അത് വെച്ചിട്ട് അത് വെച്ചതാ ഒരെണ്ണത്തിന് അത് കഴിച്ച് നമ്മളതാ വീടിൻ്റെ അതാ എല്ലാം സ്ട്രക്കായിട്ട് അവൻ മാത്രം വീടിൻ്റെ അകത്തോട്ട് പോവുകയാണ്. വീടിൻ്റെ അകത്ത് നമ്മുടെ ബ്രെയിനിനെ കടിച്ചിങ്ങനെ. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഇതിനെ ഔട്ടാവുന്നത്, ഫെയിലാവുന്ന ഗെയിം ഓവർ. ഓക്കെ, നമുക്ക് ഒന്നൊന്ന് ട്രൈ ചെയ്ത് നമുക്ക് നമ്മുടെ പരിപാടി തുടങ്ങാം. ഇത്രയും ഇവന്മാരെയാണ് നമുക്ക് തീർക്കേണ്ടത്. ആദ്യമേ എന്തൊക്കെ ഉണ്ടാവും, എന്തൊക്കെ ആയിരിക്കും വരുന്നതെന്നും ജസ്റ്റ് ഒരു കാണിച്ചു തരും. അപ്പം അതനുസരിച്ച് നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടുതൽ സാധനങ്ങൾ വരുമ്പോൾ ഈ ഒരു 5 6 എടുക്കാൻ പറ്റും. അതനുസരിച്ച് നമ്മൾ സെറ്റ് ചെയ്യണം. ഇപ്പോൾ ഒന്ന് സ്പീഡിൽ പോകാമേ നമുക്ക്. സ്പീഡിൽ കാണിക്കണമെന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഒരു ഇത്രയും സൂര്യകാന്തി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് സാധനങ്ങൾ കിട്ടും. സൂര്യനെ കിട്ടും. ഈ സൂര്യനെ കിട്ടിയാലേ നമുക്ക് ഇതിൻ്റെ ഉപയോഗമുള്ളൂ. അപ്പോൾ അതനുസരിച്ച് നമ്മൾ വയ്ക്കുക. ഈ തണ്ണിമത്തനെയൊക്കെ വെച്ച് കൊടുത്ത ഒരു കാര്യം എന്ന് പറഞ്ഞാൽ തണ്ണിമത്തൻ അവിടെ വെച്ച് അവൻ കഴിച്ചു തീരാൻ കുറേ സമയം എടുക്കും. അത് നമുക്ക് ബെനിഫിറ്റ്. അത്രയും സമയം ഒരു ഗണ്ണ് വെച്ചിട്ട് നമുക്ക് ഫയർ ചെയ്തിടാം. സൂര്യനെ പടപെടുന്നത് ഞാൻ സ്പീഡിൽ കളിക്കുന്നതാണ്, ജസ്റ്റ് ഞങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട്. ഈ തണ്ണിമത്തനെ വെച്ചുള്ള ഉപയോഗം അവിടെ നിന്ന് കഴിച്ച് തീരില്ല. മറ്റേത് പെട്ടെന്ന് തീർക്കും, പെട്ടെന്ന് അകത്ത് വരും. കുറച്ചുകൂടെ ഒക്കെ ആകുമ്പോൾ പടപടേന്ന് ആൾക്കാർ വരും. ഇപ്പോഴത്തെ 2-3 പറഞ്ഞിട്ടുണ്ട്. അതേപോലെ ഒരു 3-4 5-6 ഒക്കെ ഒരുമിച്ചങ്ങ് വരും. അപ്പോഴാണ് പാളുന്നത്. ഇപ്പോൾ ഒരുപാട് സൂര്യനെ കിട്ടി. ഈ സ്റ്റേജ് മാത്രമേ ഉള്ളൂ. അതാണ് ഇതിൻ്റെ ഒരു കുഴപ്പം. അപ്പോൾ എന്തായാലും ഈ ഗെയിം എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഞാൻ അടുത്ത ഇതിൻ്റെ കുറേ സ്റ്റേജ് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ പാർട്ട് 2 ഇറക്കിയിട്ടേക്കാം. അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് നോക്കും. എന്തായാലും ഇത് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. എല്ലാവർക്കും ഈ ഗെയിം ഇഷ്ടപ്പെട്ട് ഒന്ന് കളിച്ച് നോക്കണമെങ്കിൽ പ്ലേ സ്റ്റോറിലോ ആപ്പ് സ്റ്റോറിലോ പോയി ഇൻസ്റ്റാൾ ചെയ്താൽ മതി. എന്തായാലും ഓക്കെ. അടുത്ത വീഡിയോ വരുന്നവരെല്ലാവർക്കും അടുത്ത വേറൊരു ഗെയിമായിരിക്കും വരുന്നത്. ഇതിൻ്റെ പാർട്ട് 1 പാർട്ട് 2 ആയിട്ട് വരും. ഈ ചാനലിൻ്റെ അടുത്ത വീഡിയോയ്ക്കായിട്ട് ആദ്യം കിട്ടാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.